നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിക്കാനാണോ പഞ്ചസാര ഇട്ട് കുടിക്കാനാണോ നിങ്ങൾക്കിഷ്ടം? അതോ ഉപ്പും പഞ്ചസാര ഇട്ട് കുടിക്കാനാണോ? അതോ സോഡ നാരങ്ങ വെള്ളമാണോ ഇഷ്ടം? എനിക്ക് നാരങ്ങ വെള്ളം മധുരം ഇട്ട് കുടിക്കാനാണ് ഇഷ്ടം കേട്ടോ. ഉപ്പിട്ട് കുടിക്കാൻ ഇഷ്ടമായിരുന്നു. ഇടയ്ക്ക് കീറ്റോ ഡയറ്റ് ചെയ്തപ്പോൾ ഉപ്പിട്ട് ദിവസവും 1 ലിറ്റർ വെള്ളം കുടിക്കുമായിരുന്നു കേട്ടോ. നാരങ്ങ വെള്ളം കുടിച്ച് ഇപ്പോൾ ഉപ്പിട്ട നാരങ്ങ വെള്ളം ഒന്ന് കേൾക്കുമ്പോഴേ വല്ലാതെയാണ്. എങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ കുടിക്കും കേട്ടോ. വേദയാണെങ്കിൽ സോഡ നാരങ്ങ വെള്ളത്തിൻ്റെ ആളാണ്. ഇതൊക്കെ ഞാൻ എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. ചുമ്മാ നാരങ്ങ വെള്ളം പിഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞേ ഉള്ളൂ. കുറച്ച് ഗസ്റ്റ് വീട്ടിൽ വന്ന് കല്യാണം വിളിച്ച് നമ്മുടെ റിലേറ്റീവ്സ് തന്നെ കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നാരങ്ങ വെള്ളം പിഴിഞ്ഞതാണ്. ആ പിഴിഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും കാര്യം പറഞ്ഞു എന്ന് മാത്രം. അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കുകയാണ്. എന്നോടൊപ്പം ഒരു പൂച്ചക്കുട്ടിയുണ്ട് കേട്ടോ. ഞാൻ കൊണ്ടുവന്നതല്ല, ഇത് അവിടെ നിന്നോ വന്നതാണ്. അപ്പോൾ ആ പൂച്ചയ്ക്ക് പാലൊക്കെ കടക്കാരൻ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പാവമല്ലേ? ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ അച്ഛനാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനിത് അത്ര കാര്യമായിട്ട് കണ്ടില്ല. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കയറിയപ്പോഴാണ് പൂച്ചയ്ക്ക് പാൽ കൊടുക്കുന്ന കാര്യം ഞാൻ കണ്ടത്. ഞാൻ ദേ ഫോണിൽ ബിസി ആയിരുന്നു. നമ്മുടെ വസ്ത്രയുടെ കച്ചവടം പൊടി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ തിരക്കിലായിരുന്നു ഞാൻ. അപ്പോൾ ദേ വീട്ടിൽ വന്നു. ആരൊക്കെ ഇനി എന്തൊക്കെ ചെയ്താലും നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ തന്നെ ചെയ്യണമല്ലോ. രാത്രി ദോശ ചുടുകയാണ്. എന്തോരം മടിയാണെന്നറിയോ. ഇതുപോലെ വീട്ടിലൊക്കെ പോകുമ്പോൾ അമ്മയൊക്കെ കൊണ്ടുവന്ന ദോശയും സാധനങ്ങളൊക്കെ മുന്നേ വെച്ച് തരും. അപ്പോൾ എന്ത് സുഖമാണ്. നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മുടെ പണി നമ്മൾ തന്നെ ചെയ്യണം. അതൊരു വല്ലാത്ത ചെയ്ത്ത് തന്നെയാണ് അല്ലേ? അപ്പോൾ എൻ്റെ അമ്മയുടെ കാര്യമൊക്കെ ഞാൻ ആലോചിക്കും കേട്ടോ. ഇപ്പോൾ എനിക്കൊക്കെ അമ്മയുടെ വീട്ടിലെങ്കിലും പോയി നിന്ന് നേട്ടത്തൊക്കെ ചെന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റും. അവിടെ ചെന്നാൽ സത്യം പറയാമല്ലോ, കുഞ്ഞിട്ടൊരു കുപ്പൻ ഞാൻ എടുക്കത്തില്ല, പാത്രം കഴുകത്തില്ല, ഒന്നും ചെയ്യില്ല. ഇരിക്കുന്ന സാധനത്തെ അവിടെ ഇരിക്കും, അവിടെ കൊണ്ടു തരും. ആ പാത്രം വന്ന് അമ്മ എടുത്തുകൊണ്ട് പോകും, അമ്മ തന്നെ കഴുകിയും വെക്കും കേട്ടോ. അത്രയ്ക്ക് മടിയാണ് എനിക്ക്. ഇതൊന്നും അത്ര നല്ല കാര്യമല്ല എന്ന് എനിക്കറിയാം, വളരെ വ്യക്തമായിട്ടറിയാം. എങ്കിലും അതങ്ങനെ ശീലിച്ച് പോയിട്ടോ. പക്ഷേ അമ്മയൊക്കെ ആണെങ്കിൽ എവിടെ പോയി ഇതുപോലെ റെസ്റ്റ് എടുക്കും. നമ്മളെവിടെ വന്നാലും അമ്മയ്ക്കൊക്കെ ജോലിയാണ്. അവിടെ വീട്ടിലാണെങ്കിലും ജോലിയാണ്, എപ്പോഴും ജോലിയാണല്ലേ? ആലോചിക്കും കേട്ടോ. വേദയൊക്കെ വലുതായി ഇതുപോലെ കല്യാണമൊക്കെ കഴിച്ച് പോയിട്ട് വരുമ്പോൾ ഇത് തന്നെയായിരിക്കും എൻ്റെയും അവസ്ഥ. ഇപ്പോൾ ഇത്രയും ചെയ്യുന്നതിന് മടി. അന്ന് കുറച്ചുകൂടെയൊക്കെ ഏജ് ആകുമ്പോൾ നമുക്ക് ഒന്നിനും വയ്യായിരിക്കും. അന്ന് എന്തോരം ജോലികളായിരിക്കും നമുക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ കാര്യം നോക്കണം, വേദ വരുമ്പോൾ വേദയുടെ കാര്യം നോക്കണം, വേദയ്ക്ക് കുഞ്ഞാവുമ്പോൾ വേദയുടെ കുഞ്ഞിൻ്റെ കാര്യം നോക്കണം. എൻ്റെ അമ്മോ, ഞാൻ എന്തൊക്കെയോ ഈ ചിന്തിച്ച് കൂട്ടുന്നത് കേട്ടിട്ട് തന്നെ എനിക്ക് ചിരി വരുന്നു.